ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല കറുമുറേ ഇരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നല്ല ചൂടുള്ള കട്ടൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു കാര്യം, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പിന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ഇനി പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആദ്യം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവരുത്, 2 ടീസ്പൂൺ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുടെ അളവും കൂടിപ്പോവരുത്, അത്ര തന്നെ മതിയാവും. എന്നാലേ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയായിരിക്കും. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും പൊരിച്ചെടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ പൊരിച്ചെടുക്കാം. പിന്നെ ഈ ഒരു എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ താഴ്ഭാഗം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടിയാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കളറൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പക്കവടയാണ്. കഴിച്ചാലും മതി വരില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. പിന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.